ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഒരു നായക്കുട്ടി ചത്തു കിടന്നപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരുന്നില്ല. എന്നിട്ട് ജിബ്രീൽ റസൂലുള്ളാഹിനോട് അതിനുള്ള കാരണം പറഞ്ഞതാണ്. ഗൗരവത്തിൽ ചിന്തിക്കണോ? അമാ അലിംത, തങ്ങളെ നിങ്ങൾക്ക് അറിയാലോ, അന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറാ, ഏതെങ്കിലും ഒരു വീട്ടിൽ നായക്കുട്ടിയോ അല്ലെങ്കിലോ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളോ പ്രതിമകളോ ഉണ്ടെങ്കിലോ നമ്മളാ വീട്ടിൽ വരൂല നബിയേ. റഹ്മത്തുള്ള മലക്കുകൾക്ക് പ്രവേശനമില്ലാത്ത വീടാണ്, ഫോട്ടോകളുള്ള വീടെന്ന് ജിബ്രീൽ വന്ന് പറയുകയാണ്. റഹ്മത്തുള്ള മലക്ക് പ്രവേശിക്കാത്ത വീടാണ് നായയുള്ള വീടല്ലോ. അതേ ജിബ്രീൽ ഹബീബായ തങ്ങളോട് വന്ന് പറയുകയാണ്. ഇനി നമ്മൾ ഓരോ ആളുകളും ആലോചിക്കണം, നമ്മുടെ വീട് റഹ്മത്തിന്റെ മലക്കുകൾക്ക് പ്രവേശനമുള്ള വീടുകളാണോ? നമ്മുടെ വീടിന്റെ ഷോക്കേസുകളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, പാവക്കുട്ടികളുടെ രൂപം അവിടെ കാണാറുണ്ട്. അതുപോലെ കുതിരയുടെ രൂപം ഉണ്ടാക്കി വെച്ചത് കാണാറുണ്ടോ? ഷെൽഫിൽ നല്ല ഭംഗിയില്ലതാ രൂപങ്ങൾ വെച്ചത് കാണാറുണ്ടോ? അന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറാ, രൂപങ്ങളുള്ള വീടുകളിലേക്ക് നമ്മളെ പ്രവേശിക്കൂല, മലക്ക് പ്രവേശിക്കൂല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിക്കുകയാ. ചില ആളുകളുടെ വാഹനം, ഞാൻ ഈ അടുത്ത് മംഗലാപുരത്ത് പോയപ്പോ അവിടുന്നൊരു ആള്, ഒരു സഹോദരൻ, നല്ല മനുഷ്യനാണ്, അദ്ദേഹം ടാക്സിയുടെ ഡ്രൈവറാണ്. അങ്ങനെ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോ അദ്ദേഹത്തിന്റെ ഇന്നോവയുടെ ഡാഷ്ബോർഡിന്റെ മുമ്പിലേക്ക് നോക്കുമ്പോ നല്ല രണ്ട് മത്സ്യങ്ങളുടെ രൂപങ്ങൾ ഇങ്ങനെയുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, ഓട്ടൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഓട്ടങ്ങൾ നന്നായിട്ട് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഉസ്താദെ ഇപ്പൊ വളരെ മോശമാണ് എന്ന്. വളരെ മോശമാണ്. ഞാൻ പറഞ്ഞു, ചെറിയൊരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. ഈ മത്സ്യങ്ങളുടെ ആ രൂപെടുത്തൊന്ന് ഒഴിവാക്കിയാൽ ഒരു പരിധി വരെ അതിന് പരിഹാരം ഉണ്ടാവും. കാരണം ഈ രൂപമുള്ളപ്പോ റഹ്മത്തിന്റെ മലക്ക് ഇതിൽ പ്രവേശിക്കൂല. റഹ്മത്തിന്റെ മാലാകമാർക്ക് പ്രവേശനമില്ലെങ്കിൽ അവിടെ ഖൈറുകളും ബറക്കത്തുകളും റഹ്മത്തുകളും അത് വളരെ കുറവായിരിക്കുമെന്ന് മുഅ്മിനീങ്ങളെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ എന്തുകൊണ്ടാണ് ജിബ്രീലെ നിങ്ങളെ വരാതിരുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടിയാണ്, തങ്ങളെ അങ്ങയോട് വിരോധമുള്ളത് കൊണ്ടോ ദേഷ്യമുള്ളത് കൊണ്ടോ അല്ല വരാതിരുന്നതോ, അങ്ങയുടെ വീട്ടിൽ ഒരു പട്ടി ചത്തു കിടന്നിരുന്നല്ലോ, അതേ പട്ടിയുള്ള നായുള്ള വീട്ടിലേക്ക് നമ്മളെ കയറൂല നബിയേ. ചെറിയ പെൺകുട്ടികളുള്ള വീടുകളുണ്ടാവും. ആ പെൺകുട്ടികളെ ഭാവിയിൽ അവര് മക്കളെ താരാട്ട് പാട്ടി ഉറക്കേണ്ടവരാണ്, ഉറക്കേണ്ട ആളുകളാണ്. അതിന് ചെറുപ്പത്തിൽ തന്നെ അവരെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ആ ചെറിയ പെൺകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാവക്കുട്ടിയെ വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഒരു ചെറിയ മകളുടെ അല്ലെങ്കിൽ ഒരു ചെറിയ വാവയുടെ രൂപം വാങ്ങിയിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണ്. ആ കുട്ടി ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി താരാട്ട് പാടിയിട്ട് അതിനിങ്ങനെ ഉറക്കുകയാണ്. അതിന് വിരോധമില്ല. എന്നാലും പണ്ഡിതന്മാരെ പറയുന്നത് കാണാം, ആ പാവക്കുട്ടി ആ രൂപം ഏതു റൂമിലാണോ ഉള്ളത് ആ റൂമിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല കേട്ടോ. ഏതെങ്കിലും ഒരു റൂമിലുണ്ടെങ്കിൽ ആ റൂമിലേക്ക് വരൂല. നമ്മളുടെ ഏതെങ്കിലും ഒരു ബെഡ്റൂമിലാണ് ഉള്ളതെങ്കിൽ വീട്ടിൽ തീരെ പ്രവേശിക്കൂല എന്നല്ല,
ബൈത്തൽ നിന്ന് പറഞ്ഞാൽ അതിന് മഹാന്മാര് റൂം എന്ന് അർത്ഥം വെച്ചത് കാണാം. ആ രൂപം ഏത് റൂമിലാണോ ഉള്ളത് ആ റൂമിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല കേട്ടോ. ഓ സഹോദരന്മാരെ, നമ്മള് ദുനിയാവിൽ എവിടെ കിടന്ന് മരിക്കുകയെന്നറിയില്ലല്ലോ. നമ്മളെ വീട്ടിലെ ഏത് റൂമിലിരുന്ന് മരിക്കുകയെന്നറിയില്ലല്ലോ. നമ്മളുടെ റൂഹ് പിടിക്കാൻ വേണ്ടിയിട്ട് ജിബ്രീൽ വരുമ്പോ അതേ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ റഹ്മത്തിന്റെ മാലാഖകൾ കൂടെ വരണ്ടേ. റഹ്മത്തിന്റെ മാലാഖകളെ നമ്മളുടെ റൂഹ് സ്വീകരിക്കണ്ടേ. എന്നാ കിടക്കുന്ന റൂമിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾക്ക് പ്രവേശനം അനുവദിക്കാത്ത സാധനങ്ങളുണ്ടെങ്കിലോ റഹ്മത്തിന്റെ മലക്ക് വരുമോ? ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, പണ്ടുകാലങ്ങളിലുള്ള വലിയ സൂക്ഷ്മശാലികളായ ആളുകൾ, സൂഫിയാക്കളായ ആളുകൾ, സുബ്ഹാനല്ലാഹ്, വീട്ടിലേക്ക് വരുന്ന പത്രങ്ങളിലുള്ള ഫോട്ടോകൾ അവരെ പേടിച്ചിരുന്നു എന്ന് പറയുന്നത് കേൾക്കുകയാണ്. ചരമകോളത്തിലാ കുറെ ആളുകളുടെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഉള്ള പത്രങ്ങൾ ഇവരെ വീട്ടിൽ വെക്കാതെ സൂക്ഷ്മത പാലിച്ചിരുന്നു എന്ന് ഓ സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അതുകൊണ്ട് ഈ വിഷയം നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വീടുകളിൽ അത്തരത്തിലുള്ള രൂപങ്ങളുണ്ടെങ്കിലോ ഓ ഉമ്മമാരെ, അത് ഷെൽഫിൽ കാണാൻ ഒരു പക്ഷേ നല്ല ഭംഗിയുണ്ടാവും, പക്ഷേ റഹ്മത്തിന്റെ മലക്ക് വരൂല കേട്ടോ. റഹ്മത്തിന്റെ മലക്ക് കടക്കൂല കേട്ടോ. അതുപോലെ തന്നെ നായയെ വളർത്തുന്ന വീട്ടിലും റഹ്മത്തിന്റെ മലക്കുകളെ വരൂല. ഇതിന്റെ അർത്ഥം ഒരു വീട്ടിലെ നായയുണ്ടെങ്കിൽ അവിടേക്ക് അസ്റായീൽ വരൂല എന്നല്ല. ഒരു വീട്ടിലത് ഏതെങ്കിലും രൂപങ്ങളുണ്ടെങ്കിൽ അവിടെ അസ്റായീൽ വരൂല എന്നല്ല. അങ്ങനെ അസ്റായീൽ വരൂലെങ്കിൽ ഉസ്താദേ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലൊരു രൂപം വാങ്ങി വെച്ചത്. കാരണം അസ്റായീൽ വന്ന് സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോ ഇവിടെ രൂപം കണ്ടാ തിരിച്ചു പോകൂലേ. അങ്ങനെ അല്ല കേട്ടോ. റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കൂല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി